ഗൈസ്, വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ മക്കളെ, ഇന്നാണ് നമ്മുടെ ബയോളജിയുടെ പ്രൊഡിക്ഷൻ. ഇന്ന് കൃത്യം 7:15 സാറൊന്ന് സെറ്റാക്കി തരാം. അപ്പോൾ എല്ലാവരും ഒന്നും മറക്കണ്ട. അപ്പോൾ ഈ സാറ് വന്നിരിക്കുന്നത് നമ്മുടെ ബയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മക്കൾ ഫോക്കസ് ചെയ്യേണ്ട ഏതൊക്കെ ചിത്രങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കണം. നമ്മൾ ഒന്നാം ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ലൈഫിൽ നമ്മൾ ആദ്യമായി നോക്കണേ നമ്മുടെ ഈ ക്രോസിംഗ് ഓവർ ഉണ്ടല്ലോ, ആ ഒരു ചിത്രം നോക്കുക. ക്രോസിംഗ് ഓവറിൻ്റെ ഈ ഒരു ഭാഗത്ത് വിളിക്കുന്ന പേരെന്താന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് കയാസ്മ റീജിയൻ. അപ്പോൾ ഒന്നാം ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ട ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രോസിംഗ് ഓവറിൻ്റെ ഈ ഭാഗത്തിൽ ഈ ചിത്രമാണ്. ഇപ്പോൾ ഇത് എന്തിൻ്റെ ചിത്രമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ മ്യൂട്ടേഷൻ്റെ ഭാഗം കൂടി നോക്കണം. ഇത് എന്തിൻ്റെ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ക്രോസിംഗ് ഓവർ മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ പരിണാമത്തിൻ്റെ വഴികൾ, പാത്ത് ഓഫ് എവല്യൂഷൻ. സെക്കൻഡ് ചാപ്റ്ററിൽ ഒരുപാട് ചിത്രങ്ങൾ നോക്കാനുണ്ട്. അതിൽ ആദ്യത്താണ് ന്യൂറോൺ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ന്യൂറോണിൻ്റെ ചിത്രങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കും. അപ്പോൾ ഏറ്റവും പുറമേ ഉള്ളതിന് പറഞ്ഞ പോലെ ഡെൻഡ്രൈറ്റ്, പിന്നെ അതിനുള്ളതല്ലേ ഡെൻഡ്രോണ്, പിന്നെ അതല്ലേ സെൽ ബോഡി, കോശരീരം. ഈ വലുതല്ലേ ആക്സോൺ, അതിൻ്റെ ബ്രാഞ്ചല്ലേ ആക്സോൺ, അതിൻ്റെ ഏറ്റവും എൻഡല്ലേ സിനാപ്റ്റിക് നോബ്. അപ്പോൾ ആ ചിത്രങ്ങൾ എൻ്റെ മക്കൾ നോക്കിയിരിക്കണം. പിന്നെ രണ്ടാമതായി നിങ്ങൾ ആ ചാപ്റ്ററിൽ നോക്കേണ്ടത് നമ്മുടെ ബ്രെയിനിൻ്റെ ഭാഗം അടയാളപ്പെടുത്താനും വരക്കാനും ചോദിക്കും. ബ്രെയിൻ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്, എന്നാലും ചോദിക്കും ബ്രെയിനിൻ്റെ ഭാഗം. ബ്രെയിൻ ഭാഗം പറയുമ്പോൾ സെറിബ്രം, ഈ ഒരു ഭാഗത്ത് വിളിക്കുന്നവരാണ് സെറിബ്രം. അടുത്തതാണ് സെറിബെല്ലം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ തലാമസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഹൈപ്പോ തലാമസ് പറഞ്ഞാൽ അതിന് താഴെയാണ്. പിന്നെന്താണ് നമ്മുടെ മിഡ് ബ്രെയിൻ എന്ന ഈ ഒരു ഭാഗത്ത് വിളിക്കുന്ന പേര് മിഡ് ബ്രെയിൻ. ഈ താഴത്തത് ഈ സെൻട്രൽ ഇതാണ് പോൺസ്. അതേപോലെ തന്നെ ഏറ്റവും താഴെയുള്ളതാണ് മെഡുല ഒബ്ലങ്കേറ്റ. അപ്പോൾ ബ്രെയിനിൻ്റെ ഭാഗത്തിൻ്റെ ചിത്രങ്ങളും എൻ്റെ മക്കൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം, ചോദിക്കും. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കേണ്ടതാണ് സ്പൈനൽ കോഡ്, സുഷുമ്ന നോക്കുന്ന സമയത്ത് അതിൻ്റെ സെൻട്രൽ ഇതിന് പേരാണ് സെൻട്രൽ കനാൽ. ഓക്കെ, അവിടെ നമുക്ക് രണ്ട് റൂട്ട് കാണാം. മുകളിലത്തെ ഇതാണ് ഡോർസൽ റൂട്ട്. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം സെയിം ആണ്. ഇതിലൂടെ പോകുന്നതാണ് വെൻട്രൽ റൂട്ട്. അപ്പോൾ ഇതും ഡോർസൽ റൂട്ടാണ്, ഇതെന്താണ് വെൻട്രൽ റൂട്ടാണ്. അത് നോക്കി വെക്കണം. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്, എന്നാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ സെൻട്രൽ കനാലിൻ്റെ ഉള്ളിൽ ഫ്ലൂയിൻ്റെ പേരെന്താ? CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അല്ലേ. അപ്പോൾ ആ ഭാഗങ്ങളും നോക്കി വെക്കണം. ഇനി സിനാപ്സിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അടയാളപ്പെടുത്തി വയ്ക്കും. ഇതാണ് സിനാപ്റ്റിക് നോബിൻ്റെ ചിത്രമാണ്. ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന സിനാപ്റ്റിക് നോബ്. ഇതാണ് എന്ത്? പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, പ്രീ സിനാപ്റ്റിക് സ്റ്റെരം. ഇവിടെ നിന്നുണ്ടാകുന്ന ഈ ഒരു വട്ടത്തിൽ കാണുന്ന ഇതാണ് എന്ത്? സിനാപ്റ്റിക് വെസിക്കിൾസ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഡോട്ടാണ് എന്ത്? നമ്മളെന്താ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ ഒരു വിടവ്, ഈ ഗ്യാപ്പിന് വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. എന്താണ് സിനാപ്റ്റിക് വിടവ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വിളിക്കുന്ന പേരാണ് പോസ്റ്റ് സിനാപ്റ്റിക് മെമ്മറി. അതായത് ഡെൻഡ്രൈറ്റിലുണ്ടാവും അത്. ഈ ഒരു ഇതാണ് എന്ത്? റിസപ്റ്റേഴ്സ് അടയാളപ്പെടുത്താൻ ചോദിക്കൂട്ടോ. അപ്പോൾ ഈ ഒരു ചിത്രം കൂടി എൻ്റെ മക്കൾ എന്തായിരിക്കണം? നോക്കിയിരിക്കണം. ഇത് നോക്കിയിരിക്കണം. ഇനി മൂന്നാമത്തെ ചാപ്റ്ററാണ് ബിഹൈൻഡ് സെൻസേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ ഒരു ചിത്രം നോക്കിക്കണം. നമ്മൾ എവിടെയാണോ ടച്ച് ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നിൻ്റെ അവിടെ ഉണ്ടാകുന്നതാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ അടയാളപ്പെടുത്താൻ ചോദിക്കും റിസപ്റ്റർ പൊട്ടൻഷ്യൽ. ഇത് ന്യൂറോണിൻ്റെ ചിത്രമാണ്. അപ്പോൾ ന്യൂറോണിൽ ഉണ്ടാകുന്ന ആക്ഷൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ ചാർജ് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിട്ടാണ് എവിടെ എത്തുന്നത്? ബ്രെയിനിലേക്ക് എത്തുന്നത് നോക്കി വെക്കുക. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ണിൻ്റെ ഭാഗം, കണ്ണിൻ്റെ ചിത്രങ്ങൾ അടയാളപ്പെടുത്താൻ, ബാർഡ്സുകൾ അടയാളപ്പെടുത്താൻ, 12 ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കും. അത് നിർബന്ധം. നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ മക്കൾ എന്താവണം? അത് നോക്കിയിരിക്കണം. അതേപോലെ തന്നെ ഈ ഒരു ചിത്രം ചോദിക്കും. അതായത് ഐറിസിനുള്ള മസിൽസാണ്. ഐറിസിൻ്റെ മസിൽസ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ പ്യൂപ്പിൾ. ഈ പ്യൂപ്പിളിനെ ചുറ്റിയിട്ടുള്ള മസിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വലിയ പേശി, സർക്കുലർ മസിൽ. ഈ പ്യൂപ്പിളിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കണമെങ്കിൽ അതിൻ്റെ പേരാണ് റേഡിയൽ പേശി, റേഡിയൽ മസിൽ. അത് നോക്കി വെക്കുക. ഡിം ലൈറ്റിൽ ആരാണ്? ഇൻറ്റൻസ് ലൈറ്റിൽ ആരാണ്? തീവ്രപ്രകാശത്തിൽ സർക്കുലർ മസിൽ, വലിയ പേശി. ഡിം ലൈറ്റിൽ മങ്ങിയ വെളിച്ചത്തിൽ റേഡിയൽ മസിൽ. കിട്ടണം. ഇനി ഈ ചിത്രം റെറ്റിനയിൽ ഉണ്ടാവുന്ന റോഡ് സെല്ലിന് കോൺ സെല്ലിന് ചിത്രം. ഇതാണ് റോഡ് സെൽ, ഇതാണ് കോൺ സെൽ. റോഡ് കോശം, കോൺ കോശം. ഈ ചിത്രം തന്നിട്ട് ഇതിനെ അടയാളപ്പെടുത്താനും ഏതാ ഭാഗം ചോദിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇയർ, ചെവിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കും, നിർബന്ധമാണ്. അതിൽ കോക്ലിയ നിർബന്ധം. ഈ ഒരു ഭാഗം അപ്പർ ചേംബർ, ലോവർ ചേംബർ, മിഡിൽ ചേംബർ. ഇതാണ് ഓവൽ വിൻഡോ, ഇതാണ് റൗണ്ട് വിൻഡോ. ഇതാണ് ടിംബാനം, മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പീസ് അറിയാലോ, ടിപ്പ് ഓഫ് കോക്ലിയ. പിന്നെ ഇവിടെ അല്ലേ ഇതാണ് ബേസിലാർ മെംബ്രെയിൻ, ബേസിലാർ സ്റ്റെരം. മലയാളം മീഡിയം ഉണ്ട് ബേസിലാർ സ്റ്റെരം. പിന്നെ അതേപോലെ തന്നെ ഓർഗൻ ഓഫ് കോട്ടി എന്ന് ഈ ഭാഗത്ത് വിളിക്കുന്ന പേരാണ് ഓർഗൻ ഓഫ് കോട്ടി. അപ്പോൾ ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കുള്ളൊരു ചോദ്യം ഞാൻ തരുന്നുണ്ട്, അത് നിങ്ങൾ എഴുതണം. വെസ്റ്റിബുലാർ സിസ്റ്റത്തിലുള്ളത് ഈ ഒരു 3 അർദ്ധവൃത്താകാര കുഴൽ അല്ലെങ്കിൽ സെമി സർക്കുലർ കനാൽ. സെമി എന്ന് പറഞ്ഞാൽ പകുതി, സർക്കുലർ നിങ്ങൾക്ക് അറിയാലോ വട്ടം. അപ്പോൾ ഈ 3 പകുതി വട്ടല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് സെമി സർക്കുലർ കനാൽ. അതേപോലെ യൂട്രിക്കിളും സാക്യൂളും. ഇതാണ് യൂട്രിക്കിൾ, ഇതാണ് സാക്യൂൾ. ഇതിൻ്റെ രണ്ടിനെയും കോമൺലി വിളിക്കുന്ന പേരാണ് വെസ്റ്റിബ്യൂൾ. അവിടുന്ന് പോകുന്ന ഒരു
മഞ്ഞ കളർ നമ്മളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് മഞ്ഞ കളർന്ന് കാണൂല. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാവണം ഇതെന്താണ് വെസ്റ്റിബുലാർ നെർവ് ആണെന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് പിന്നെ ഉള്ളതാണ് ഹെയർ സെൽസ്, രോമകോശങ്ങളും. ഇത് അടയാളപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ട്, പല പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഈ ചിത്രത്തിൽ തരുന്നത് അപ്പർ ചേമ്പർ, ലോവർ ചേമ്പർ, ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം തന്നെയാണ്. ഇവിടെ ഈ എക്സ് എന്ന് കൊടുത്തു. ഈ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് അടയാളപ്പെടുത്താൻ ഞങ്ങളോട് ചോദിച്ചിട്ട് അതെൻ്റെ ചോദ്യമാണ്. അതിൻ്റെ മക്കൾ എന്താവുക, അതിന് ആൻസർ നിങ്ങൾ എന്താവുക കണ്ടെത്തി വരിക. അപ്പോൾ ചോദ്യം ഇതാണ്. ഇത് ഏതാണ് നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഇനി കീമോ റിസപ്റ്റേഴ്സ് ഇൻ ഓർഗാനിസം, അതായത് ജീവികളുടെ രാസസംവേദനങ്ങളുടെ ചാപ്റ്ററിൽ അതിൽ നിങ്ങൾ നോക്കി വെക്കേണ്ടത് നിങ്ങളൊക്കെ അടയാളപ്പെടുത്താനും ഇത് ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഭാഗമാണ്. ഇതാണ് നമ്മളെ സെൽസ്, കോശങ്ങൾ. ഈ സെൽസിലുള്ള ഇതാണ് നമ്മൾ അതിൻ്റെ റിസപ്റ്റർ. ഈ ഭാഗം നോക്കി വെക്കണം. ഇത് ഹോർമോൺസ് അതിൽ ബൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ടാർഗറ്റ് സെല്ല. ഇനി ഇവിടേക്ക് നോക്കടാ, ഈ ഹോർമോൺസ് ഇതിൽ ബൈൻഡ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അതിന് വിളിക്കുന്ന പേര് നോൺ ടാർഗറ്റ് സെൽ. അപ്പോൾ ഈ ഒരു ചിത്രം വെച്ചിട്ട് ചോദ്യങ്ങൾ ഒരുപാട് പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ലക്ഷ്യേതര കോശങ്ങളും ലക്ഷ്യകോശങ്ങളും ഇവ രണ്ടാളും കൂടി ചേർന്ന് എന്താ രൂപപ്പെടുക, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സും. ഈ ചിത്രം നോക്കി വെക്കുക. ഇനി തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഒരു ചിത്രം തന്നിട്ട് ഇതിന് മുകൾ ഭാഗം താഴ്ഭാഗമൊക്കെ അടയാളപ്പെടുത്താൻ ചോദിക്കാം. അപ്പം മുഖത്തിൽ ലാരിങ്സ് താഴത്താണെന്ത് ട്രക്കിയ, അതിൻ്റെ ഇടയിൽ തൈറോയ്ഡ് ഗ്ലാൻഡ്. ഓക്കെ, സ്വനപേടകം, ശ്വാസനാളം, ഇതിനിടയിലാണ് നമ്മളെ തൈറോയ്ഡ് ഗ്രന്ഥി. ആ നോക്കി വെക്കണം ചിത്രം. ഇനി നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ കാണപ്പെടുന്ന ഇത് വെച്ചിട്ടൊരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ പുതിയതായി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിലുണ്ടാവുന്ന ഫോളിക്കുലാർ കോശങ്ങൾ, ഇതാണ് ഫോളിക്കുലാർ സെൽസ്. ഇതിനുള്ളുണ്ടാവുന്ന ഇതാണ് പാരാഫോളിക്കുലാർ കോശം, പാരാഫോളിക്കുലാർ സെൽസ്. ഇവരുണ്ടാക്കുന്നത് തൈറോക്സിനും കാൽസിറ്റോണിനും അറിയാലോ. ഈ ചിത്രം തന്നിട്ട് എക്സ് വൈ തരും. അപ്പം ഇത് എക്സ് ആണെങ്കിൽ ഇതുണ്ടാക്കുന്ന ഹോർമോൺ ഏതാ ചോദിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവണം ഏതാണ് ഫോളിക്കുലർ സെൽസും പാരാഫോളിക്കുലർ സെൽസും മനസ്സിലാവണ്ടേ. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ചിത്രം നോക്കി വെക്കണം. ഇനി നമ്മളെ പാങ്ക്രിയാസിലേക്ക് പോകുമ്പോൾ പാങ്ക്രിയാസിൻ്റെ ചിത്രം തരും. ഇത് ഈ കുറച്ചുള്ള ഈ ഒരു ഡാർക്ക് കളറിലുള്ളതാണ് ആൽഫ കോശം, ആൽഫ സെൽ. ഇതിൽ കൂടുതൽ സെല്ലുള്ളതാണ് ബീറ്റ സെൽ, ബീറ്റ കോശം. ആൽഫ സെല്ലല്ലേ എന്തുണ്ട് ഗ്ലൂക്കോഗോണും, ബീറ്റ സെല്ലല്ലേ ഇൻസുലിൻ ഉണ്ടാക്കുക. അപ്പോൾ ഇത് വന്നിട്ട് ഇതിൽ എക്സ് വൈ ചോദിക്കും. വൈ ഉണ്ടാവുന്ന ഹോർമോൺ ഏതാ, എക്സ് ഉണ്ടാവുന്ന ഹോർമോൺ ഏതാ, ഇത് ഗ്ലൂക്കോസിന് എങ്ങനെയാണ് ബാധിക്കുക, അങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അത് ചോദിക്കും. അപ്പോൾ അത് നോക്കി വെക്കുക. പിന്നെ ഇനി അതേപോലെ അഡ്രിനൽ ഗ്രന്ഥി, അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഏറ്റവും പുറം ഭാഗത്ത് വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഒന്നാണ്. ഉൾഭാഗത്ത് വിളിക്കുന്ന പേര് മെഡുല്ല. ഇതുണ്ടാക്കുന്ന ഹോർമോൺസും അടയാളപ്പെടുത്താനൊക്കെ ചോദിക്കും. അതിൻ്റെ മക്കൾ നോക്കുക. ഇനി ലാസ്റ്റ് ചാപ്റ്ററിൽ ആകെ 2-3 ഇത് മാത്രമേ നോക്കാനുള്ളൂ. ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയറിൽ നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈൽ ഇവരുടെ ചിത്രം ചോദിച്ചിട്ട് ഇത് ഏത് WBC അതല്ലെങ്കിൽ നമ്മളെന്താണ് വെളുത്ത രക്തകോശമാണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയണം ഇതെന്താണ് ന്യൂട്രോഫിലാണെങ്കിൽ, ബേസോഫിലാണെങ്കിൽ, ഈസ്നോഫിലാണെങ്കിൽ, മോണോസൈൽ. ഇതിൻ്റെ ചിത്രം നോക്കി വെക്കണം. ഇത് വ്യത്യസ്തമായ ഓരോന്നും ഓരോ ചിത്രങ്ങളാണ്. ഫങ്ഷൻസ് പഠിച്ചിരിക്കണം. ഇനി നമ്മൾ ഈ ഒരു ചിത്രം ഒരുപാട് തവണ എക്സാമിന് നമ്മൾ കണ്ടിട്ടുണ്ട്. സമഗ്രമാക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. നമ്മുടെ പ്രഡിക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ പറയുന്നതാണ് ഈ ഒരു ചിത്രം തന്നിട്ട് ഇതെന്താണ് ചോദിക്കും. ഇതാണ് ഫാഗോസൈറ്റോസിസ്. ഇതിൻ്റെ ഓരോ ഭാഗം ഫാഗോസോം, അങ്ങനെ ഇവർ കൂടി ചേർന്നിട്ട് ലൈസോസോമായി കൂടി ചേർന്നിട്ട് ഫാഗോ ലൈസോസോം, അങ്ങനെ ഇവരുണ്ടാവും ആ ഒരു പാത്തജനെ ഡെസ്ട്രോയ് ചെയ്യുന്നു. ഈ ചിത്രങ്ങളാണ് എൻ്റെ മക്കൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ ഇതുവരെയുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത്. അപ്പോൾ നേരത്തെ സാറ് തന്ന ആ ചോദ്യത്തിന് ആൻസർ എൻ്റെ മക്കൾ എന്താവണം, ആ എക്സ് എന്നുള്ളതിന് ആൻസർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്താവുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് 7:15 നമ്മൾ എന്തുണ്ട് പ്രഡിക്ഷൻസ് ഉണ്ട്. ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് വാ, അവിടെ വെച്ചിട്ട് കാണാം. ഓക്കെ, ബൈ.